ഹായ്! ഈ വീഡിയോയിൽ നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ജോയിന്റ് PMF കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ജോയിന്റ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഉള്ളപ്പോഴാണ്. സപ്പോസ് എൻ്റെ കയ്യിൽ രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ജോയിന്റ് PMF നമുക്ക് തരുന്നത് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഗിവ്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ടേക്സ് എ വാല്യൂ സ്മോൾ എക്സ് ആൻഡ് വൈ ടേക്സ് എ വാല്യൂ സ്മോൾ വൈ. അതായത് ക്യാപിറ്റൽ എക്സ് എന്ന നമ്മുടെ റാൻഡം വേരിയബിൾ സ്മോൾ എക്സ് എന്ന വാല്യൂ എടുക്കാനും വൈ എന്ന റാൻഡം വേരിയബിൾ സ്മോൾ വൈ എന്ന വാല്യൂ എടുക്കുന്നതിന്റെയും പ്രോബബിലിറ്റിയാണ് ജോയിന്റ് പ്രോബബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഞാൻ രണ്ട് കോയിൻസ് ടോസ് ചെയ്യാണ്. സോ അവിടുത്തെ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? 4 ഔട്ട്കംസ് ആണ് വരിക. ഒന്നുകിൽ രണ്ട് ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ഒരു ഹെഡും ഒരു ടെയിലും കിട്ടുന്ന രണ്ട് കേസ് ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ട് ടെയിൽസ് ആവാം. ഞാൻ എക്സ് എന്ന റാൻഡം വേരിയബിളിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ് നമ്പർ ഓഫ് ഹെഡ്സ് ആൻഡ് ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നതിനെ നമ്പർ ഓഫ് ടെയിൽസ് ആയിട്ടും ഡിഫൈൻ ചെയ്യാണ്. ഇനി ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് എന്റെ ഔട്ട്കംസിനെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ഔട്ട്കമിന് കറസ്പോണ്ടിങ് ആയിട്ടും എക്സിന്റെയും വൈയുടെയും വാല്യൂസും എഴുതിയിട്ടുണ്ട്. അതായത് ആദ്യത്തെ കേസിൽ രണ്ട് ഹെഡ് കിട്ടുമ്പോൾ അവിടുത്തെ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. കാരണം അവിടെ നമുക്ക് ടെയിൽ ഒന്നും കിട്ടുന്നില്ല, രണ്ടും ഹെഡ് അല്ലേ. അതുകൊണ്ട് വൈയുടെ വാല്യൂ 0 ആണ്. രണ്ടാമത്തെ ഔട്ട്കം നോക്കിയാൽ അവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആണ്. കാരണം അവിടെ നമുക്കൊരു ഹെഡും ഒരു ടെയിലും കിട്ടുന്നുണ്ട്. സോ എക്സിന്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. മൂന്നാമത്തെ ഔട്ട്കം കിട്ടുമ്പോഴും നമുക്ക് എന്താണ് കിട്ടുക? എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 1. ലാസ്റ്റ് ഔട്ട്കം നോക്കിയാലോ അവിടെ രണ്ട് ടെയിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, കാരണം അവിടെ ഹെഡ്സ് ഇല്ല. പക്ഷെ വൈ എന്ന് പറയുന്നത് 2 ആണ് എടുക്കുന്നത്. അപ്പോ ഇവിടെ എക്സ് എന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 0, 1, 2 ആണ്. അതുപോലെ വൈ എന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസും എന്ത് തന്നെയാണ്? 0, 1, 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ജോയിന്റ് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഇത് നടക്കണം. ഇത് തന്നെയാണ് നമ്മുടെ സ്മോൾ പി ഓഫ് 2, 0 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിക്കേ. നമ്മുടെ ഈ ടേബിളിൽ നോക്കിയാൽ അവിടെ എക്സിന്റെ വാല്യൂ 2ഉം വൈന്റെ വാല്യൂ 0യും ഒരുമിച്ച് കിട്ടുന്ന ഒരേ ഒരു ഔട്ട്കമേ ഉള്ളൂ. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിട്ടുന്നത്? രണ്ട് ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് 2, 0 കിട്ടുന്നത്. അതായത് അവിടുത്തെ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഔട്ട്കംസ് 4 ആണ്. അതിൽ രണ്ട് ഹെഡ് കിട്ടുമ്പോൾ മാത്രമേ നമുക്കിത് പോസിബിൾ ആയിട്ട് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 1 ആണ്. രണ്ട് എച്ച് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി. ഇനി രണ്ടാമത്തെ നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി നോക്കിക്കേ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 1. അതായത് ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇവിടെ എച്ച് ടിക്കും ടി എച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് നടക്കുന്നുണ്ട്? എക്സും 1 ആണ്, വൈയും 1 ആണ് അല്ലേ. സോ അവിടുത്തെ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/4 ആണ്. കാരണം രണ്ട് കേസസ് ഇല്ലേ, എച്ച് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും കിട്ടുന്നുണ്ട്, ടി എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/4 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. അടുത്ത ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 2 ആണ്. സോ അതിവിടെ എത്ര ഔട്ട്കംസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്? അതെ, എക്സ് 0യും വൈ 2 ആയിട്ടുള്ള ഒറ്റ ഔട്ട്കമേ ഉള്ളൂ. ഏതാണ്? രണ്ട് ടെയിൽ നമുക്ക് ഒറ്റ വട്ടല്ലേ കിട്ടുന്നുള്ളൂ. സോ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നതും 1/4 ആണ്. സോ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 0, അതുപോലെ ഇതും എന്ത് തന്നെയാണ്? ജോയിന്റ് പ്രോബബിലിറ്റീസ് ആണ്. എക്സും വൈയും ഒരുമിച്ച് നടക്കുന്നതിന്റെ പ്രോബബിലിറ്റീസ് ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പ്രോബബിലിറ്റീസ് കണ്ടുപിടിച്ചു. ഏതൊക്കെയാ കണ്ടുപിടിച്ചത്? സ്മോൾ പി ഓഫ് 2, 0 കണ്ടുപിടിച്ചു, അതുപോലെ സ്മോൾ പി ഓഫ് 1, 1 കണ്ടുപിടിച്ചു, അതുപോലെ സ്മോൾ പി ഓഫ് 0, 2 കണ്ടുപിടിച്ചു. കാരണം ഈ കേസസ് മാത്രമേ നമ്മുടെ ഈ രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പോൾ നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ജോയിന്റ് പ്രോബബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ജോയിന്റ് PMFനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കോ. ഫംഗ്ഷൻ ആയിട്ടും എഴുതാം, നമുക്ക് ടേബിൾ ആയിട്ടും എഴുതാം. രണ്ട് കേസസും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ സ്മോൾ പി ഓഫ് എക്സ് വൈ, ഇത് തന്നെയാണ് നമ്മുടെ ക്യാപിറ്റൽ പി ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സ് എടുക്കുന്നതിന്റെയും ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് സ്മോൾ വൈ എടുക്കുന്നതിന്റെയും പ്രോബബിലിറ്റി. സോ അതിനെ നമുക്ക് ഫംഗ്ഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാ വരുന്നത് നോക്കിക്കോ. ആദ്യത്തെ നമ്മുടെ പെയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ ഇസ് ഈക്വൽ ടു 2, 0. 2, 0 വരുമ്പോൾ അവിടുത്തെ നമ്മുടെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടിയത് 1/4 ആണ്.
അതുപോലെ അടുത്തത് XY എന്ന് പറയുന്നത് 1 ആകുന്ന രണ്ട് കേസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്രോബബിലിറ്റി കിട്ടിയത് 1/2 എന്നാണ്. അതുപോലെ ലാസ്റ്റ് പെയർ എന്ന് പറയുന്നത് XY is equal to 0, 2 ആണ്. അവിടെ നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റി 1/4 ആണ്. ബാക്കി ഏത് പെയർ വന്നാലും, അതായത് എക്സും വൈയും ഈ മുകളിലത്തെ ഈ മൂന്ന് കേസ് അല്ലാതെ 2, 0, 1, 1, 0, 2 ഇതല്ലാതെ വേറെ ഏത് പെയർ വന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് ജോയിന്റ് PMF നെ എഴുതാനായിട്ട് പറ്റുന്നത്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ടാബുലർ ഫോമിലും എഴുതാം. ടാബുലർ ഫോമിൽ എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. എക്സ് വാല്യൂ വേണം, വൈ വാല്യൂസും വേണം. സോ എക്സിനെ ഞാൻ വെർട്ടിക്കലി ആണ് എഴുതാനായിട്ട് പോകുന്നത്. എക്സ് ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത്? 0, 1, 2. അതുപോലെ വൈ എന്ന് പറയുന്നത് 3 വാല്യൂസ് ആണ് എടുക്കുന്നത്. അതിനെ ഞാൻ ഹൊറിസോണ്ടലി എഴുതുകയാണ് 0, 1, 2. നമുക്ക് ഓരോന്നിന്റെയും ജോയിന്റ് പ്രോബബിലിറ്റീസ് ആണ് ഈ ടേബിളിൽ എഴുതേണ്ടുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഈ ബോക്സിന്റെ അകത്ത് എന്താണ് വരുന്നതെന്ന് അറിയാമോ? വൈ എന്ന് പറയുന്നത് 0യും എക്സ് എന്ന് പറയുന്നതും 0 ആവണം. അതായത് നമുക്ക് വേണ്ടത് എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 0യ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് വേണ്ടുന്നത്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പി ഓഫ് ക്യാപിറ്റൽ എക്സും 0, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നതും 0 എടുക്കുന്നതിന്റെ പ്രോബബിലിറ്റി. പക്ഷെ ഇങ്ങനൊരു കേസ് നമുക്ക് നടക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് ടോസ് ചെയ്യുമ്പോൾ ആകെ ഏതൊക്കെ കേസസ് ഉള്ളൂ? 2, 0 കിട്ടും, 1, 1 കിട്ടും, അല്ലെങ്കിൽ 0, 2 കിട്ടും. അല്ലാതെ എക്സ് 0യും വൈ 0യും ഒരുമിച്ച് കിട്ടുന്ന ഒരു കേസ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 0 എന്ന് എഴുതുന്നത്. അപ്പോ അടുത്തത് നോക്കിക്കേ, അതായത് ഈ ബോക്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പി ഓഫ് എക്സ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. എക്സിന്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 1ഉം ആണ് അടുത്ത ബോക്സിൽ. അതായത് ക്യാപിറ്റൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 1. അങ്ങനെ ഒരു കേസും ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പെയർ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല ഈ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ. അതിന്റെ പ്രോബബിലിറ്റിയും എന്താണെന്ന് അറിയാമോ? 0 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എളുപ്പം ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള പെയർസ് ഉണ്ടല്ലോ, 2, 0, 1, 1, 0, 2. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസ് അങ്ങ് എഴുതാം. അപ്പൊ 2, 0 എന്ന് പറയുന്നത് എക്സ് 2ഉം വൈ 0 ആവണം. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് 2 ആവുന്നത് ദേ ഇവിടെയാണ്. അതുപോലെ വൈ 0 ആവണം, ദേ ഇതാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി നമ്മുടെ ഇവിടെ ഉണ്ട്, 1/4 ആണ്. സോ അതിനെ ഞാൻ ഇവിടെ അങ്ങ് എഴുതി. അടുത്ത ജോയിന്റ് പ്രോബിലിറ്റി ഏതാണ്? 1, 1 ആണ്. അതായത് എക്സും 1, വൈയും 1. ഇപ്പൊ എക്സ് 1 വരുന്നത് ദേ ഇവിടെയാണ്, എക്സ് 1. അതുപോലെ വൈ 1. സോ ആ ബോക്സ് എന്ന് പറയുന്നത് ദേ ഇതാണ്. അവിടുത്തെ നമ്മുടെ പ്രോബബിലിറ്റി എത്രയാണ്? 1/2. അതിവിടെ എഴുതി. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റ് പ്രോബിലിറ്റി ഏതിന്റെയാ വേണ്ടേ? 0, 2. അതായത് എക്സ് 0യും വൈ 2 ആവണം. എക്സ് 0 എന്ന് പറയുമ്പോൾ ദേ ഇതാണ് വരിക, എക്സ് 0, വൈ എന്ന് പറയുന്നത് 2. അതായത് ഈ ബോക്സ് ആണ് വരിക. ആ ബോക്സിലും നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോ ഈ 3 കേസസേ നമുക്ക് നടക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും പ്രോബിലിറ്റി അങ്ങ് 0 ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ജോയിന്റ് PMF എഴുതിയപ്പോൾ അവിടെ പറഞ്ഞു എന്താണ്, ഈ 3 പെയേഴ്സിനല്ലാതെ ബാക്കി എല്ലാ പെയേഴ്സിനും നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള പെയേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസ് എഴുതിയിട്ട് ബാക്കി എല്ലാ പ്രോബിലിറ്റിക്കും നമ്മൾ 0 ഇട്ട് കൊടുത്തത്. സോ ഒന്നുകിൽ നമുക്ക് ജോയിന്റ് PMFനെ ഫംഗ്ഷൻ ആയിട്ടും ഡിഫൈൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ടേബിളിലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ജോയിന്റ് PMF എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ 2 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോയിന്റ് PMFനും നമ്മൾ 2 പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ പ്രോബബിലിറ്റീസും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 1 ആയിരിക്കണം. ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എക്സാമ്പിൾ ഉണ്ടല്ലോ, ടോസിങ് 2 കോയിൻസ്, ആ എക്സ്പെരിമെന്റിന്റെ കേസിലും നമുക്ക് ഈ 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഈ 1/4, പിന്നെ ഈ 1/2ഉം അതുപോലെ ഈ 1/4. ഈ 3 പ്രോബബിലിറ്റീസും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുപോലെ ബാക്കി എല്ലാ പ്രോബബിലിറ്റീസും നമുക്ക് 0 തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി ഈ എക്സാമ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? നമ്മുടെ ഈ ടേബിളിന്റെ അകത്തുള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കി, നമ്മുടെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് കുറെ 0 ആണ്. അപ്പൊ 0 നമുക്ക് കളഞ്ഞേക്കാം. ബാക്കിയുള്ള പ്രോബബിലിറ്റീസ് ഏതൊക്കെയാണ്? 1/4 ഉണ്ട്, 1/2 ഉണ്ട്, 1/4 ഉണ്ട്. സോ അതിനെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1/4 പ്ലസ് 1/2 പ്ലസ് 1/4. നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ പ്രോബബിലിറ്റി
1 ആയിട്ടാണ് കിട്ടുന്നത്. സോ നമ്മുടെ രണ്ട് പ്രോപ്പർട്ടീസും ഈ എക്സാമ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജോയിന്റ് പി എം എഫിന്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ നോക്കാം. എക്സ് വൈ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് പി എം എഫ് അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്മോൾ പി ഓഫ് എക്സ് വൈ. ഓരോ പെയറിനും ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ പി ഓഫ് എക്സ് എന്ന റാൻഡം വേരിയബിൾ സ്മോൾ എക്സ് എടുക്കാനും വൈ എന്ന റാൻഡം വേരിയബിൾ സ്മോൾ വൈ എടുക്കുന്നതിന്റെയും പ്രോബബിലിറ്റി ആണ്. സോ അതാണ് നമ്മുടെ ഫോർമൽ ഡെഫിനിഷൻ. സോ ജോയിന്റ് പി എം എഫിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.